ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 10:45. വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. 10:45. ഇന്ന് നമുക്കൊരു റിലാക്സേഷൻ ടൈപ്പ് ഡേ ആണെന്ന് പറയാം. കാരണം പിന്നെ ഒന്ന് റിവാമ്പ് ചെയ്യണം. 5000 കിലോമീറ്റർ നമ്മൾ ഇന്നലെ ആയില്ലോ. അപ്പോൾ വണ്ടിക്ക് ഓയിൽ സർവീസ് ചെയ്യണം, ഓയിൽ ചേഞ്ച് ചെയ്യണം, പിന്നെ വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. പിന്നെ നോക്കിയപ്പോൾ ഒരു ടയറിന് ബാക്കിലത്തെ ലെഫ്റ്റ് ടയറിന് ചെറിയൊരു ലീക്ക് ഉണ്ട്. ഇന്ന് ഓടിച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് വിട്ടിട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വല്ല പഞ്ചറായിരിക്കാം, പക്ഷെ അതൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് ഇനി മോളിലേക്ക് ഫുൾ ഹൈ റേഞ്ചും കാര്യങ്ങളാണ്. അപ്പോൾ ടയറൊക്കെ നമുക്ക് മസ്റ്റ് വെരി ക്രൂഷ്യൽ പാർട്സ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം, ഫിക്സ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവര് 3 പേരും വേറെ വഴിക്ക് പോകും, ഞാൻ വണ്ടിയും കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം നമ്മൾ ഇറങ്ങാണ്. ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ തരുന്നു പറഞ്ഞിരുന്നു, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, ന്യൂ പ്ലേസ്, നല്ല സ്ഥലം, റെക്കമെൻഡഡ്, ഹൈലി റെക്കമെൻഡഡ്. ഓർക്കിഡ് ട്രീ, അമൃത്സർ. അപ്പോൾ നമ്മൾ ഇറങ്ങി ജാലിയൻവാല ബാഗ് കാണുന്നു, പാർട്ടീഷൻ മ്യൂസിയം കാണുന്നു, പിന്നെ വാഗാ ബോർഡറിലേക്ക് വൈകുന്നേരം പോകുന്നു. അത് ഇപ്പം ഇന്നലെ സമയം മാറ്റിയിട്ടുണ്ട്. വാഗാ ബോർഡറിലെ റിട്രീറ്റ് സെറിമണി 6 to 6:30 ആക്കിയിട്ടുണ്ട്. കാരണം സൂര്യനാസ്തമിക്കുന്നത് 7:10, 7:15 അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ടൈം മാറ്റിയിട്ടുണ്ടെന്ന് ന്യൂസ് ജസ്റ്റ് നോക്കിയപ്പോൾ, നമ്മുടെ സ്ഥലം നോക്കിയപ്പോൾ സെറിമണി ഈസ് ചേഞ്ച്, ടൈം ഇസ് ചേഞ്ച് എന്ന് കണ്ടു. നന്നായി നോക്കിയത്, അല്ലെങ്കിൽ നമ്മളവിടെ പോയി വയം പിടിച്ച് 5 മണിക്ക് കണ്ടായിരുന്നു. അപ്പോൾ പോയ വെറുതെ സമയങ്ങൾ ഞാൻ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നീ വാഗയിലേക്ക് എത്തി ഞങ്ങൾ പിക്ക് ചെയ്യില്ലേ? അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. 6:45 സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിരിയാം തൽക്കാലം. ഈ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് വണ്ടി വേറെ വഴിക്ക് പോകുന്നു, നിങ്ങൾ വേറെ വഴിക്ക്. ഞങ്ങൾ ഇന്ന് കാർലെസ് ആയിട്ടുള്ള അനാഥരായിട്ട് പോവാം. കാരണം നമ്മളെല്ലാം ഇങ്ങനെ കാറിലെല്ലാം വെച്ച് കംഫർട്ടബിളായിട്ട് ശീലിച്ചിട്ടേ. ഇന്നിപ്പം ഊബറൊക്കെ എടുത്ത്, കാര്യം ദൂരമില്ല, വാഗ മാത്രം ഒരു 1 hour ഡ്രൈവ് വേണ്ടു. അപ്പോൾ നമ്മളിനി ഊബറിലായിരിക്കും നമ്മൾ 3 ആളും. ഓസ്റ്റിൻ പിന്നെ പഞ്ചാബിൽ അമൃത്സർ ആദ്യം വന്നത് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷം മുമ്പ്. വാഗ ബോർഡർ ഞാൻ പോയിട്ടുണ്ട്, മതിയായിട്ടുണ്ട്. അപ്പം അങ്ങനെ വണ്ടി കുട്ടപ്പനായിട്ട് വരൂ, നാളെ കാണാം. ഇനി സന്ധിക്കും വരേക്കും വണക്കം. 9 മണി കഴിയുമ്പോൾ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു പറഞ്ഞാൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തു. വെറുതെ വെയിറ്റ് ചെയ്യില്ല, അതിൻ്റെ ഇടയിൽ കുളിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു, റിലാക്സ് ചെയ്തു. പിന്നെ അതിൽ വണ്ടിയിലെല്ലാം കയറ്റി വെച്ച് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ തന്നെ മാനേജർ വിളിച്ച്, സോറി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആളില്ല, അവിടെ പോയി കഴിക്കുക, തൊട്ടപ്പുറത്താണെന്ന് പറഞ്ഞു. വി ആർ റെഡി. വിശന്ന് വയറുകത്താണ്. 10:45. രാംനാഥ് അമൃത്സറി കുൽച്ച, അപ്പോൾ അവിടെ പോയി കഴിക്കാം. കുൽച്ചയാണ്, കുൽച്ച തന്നെ എല്ലായിടത്തും കുൽച്ച. ഈ ചൂടൻ കുൽച്ചയിൽ ഇങ്ങനെ ഉരുകി ഇറങ്ങുകയാണ് നമ്മുടെ ബട്ടർ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായി. കുൽച്ചയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ പിന്നെ ഭയങ്കര ഹെൽത്തി സംഭവമാണ് കേട്ടോ ഈ കുൽച്ച. അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ആലു ഒക്കെ ആണെങ്കിലും, ആലു കുൽച്ചയാണെങ്കിലും നോക്കിയപ്പോൾ, പൊളിച്ച് നോക്കിയപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഉൾപ്പെടെയുള്ള നല്ല ഫ്രഷ് സാധനങ്ങളുണ്ട്. ഇതും കുഴപ്പമില്ല, ഹെൽത്തിയാണ്. അപ്പോൾ ഇത് വേഗം കഴിച്ച്, കാരണം മണി 11:30 അപ്പോൾ ഇനി ലഞ്ചിനൊന്നും സമയം ഉണ്ടാവില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്, കോംപ്ലിമെൻ്ററി. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് നമ്മുടെ സൈറ്റ് സീയിങ്ങിനുള്ള സമയം ഇനി ഉണ്ടാവുള്ളൂ. നല്ല ചൂട്. ബട്ടറേ ഇങ്ങോട്ട് നീങ്ങി കിടക്കൂ, ഉരുകൂ. ഇവിടെ കഴിക്കണതകത്തും കിച്ചൺ പുറത്ത് റോഡിൻ്റെ അരികത്താണ്. പൊടിയൊക്കെ ആയിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആവാനാവും. എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കുക്കിനൊരു ആഗ്രഹം, ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തോ എന്നൊക്കെ. വലിയ വ്ളോഗേഴ്സാണ് എന്നൊക്കെ വെച്ചിട്ട് വൈറലാവാൻ വേണ്ടിയിട്ടാവും പാവം മനുഷ്യൻ. അപ്പോൾ പുള്ളി ഇതൊക്കെ കാണിച്ചു തന്നു. നല്ലതാണ്, പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നു, എല്ലാം കുഴച്ച് വെച്ചിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ നല്ലത് കേട്ടോ. ഏത് ഹോട്ടലിൻ്റെയിലും കിച്ചണൊക്കെ കാണാതിരിക്കാൻ നല്ലത്. ഇങ്ങോട്ട് ഇത് എങ്ങനെയാണ് കുഴക്കണേ, ഈ തോർത്തൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള പല ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരും. എന്നാലും പുള്ളിയോട് നല്ല ഹെൽത്തിയാണ്, നല്ല വെജിറ്റബിൾസൊക്കെ എല്ലാം അടിപൊളി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ വലിയ അടുപ്പിൻ്റെ മുകളിൽ ആ ചട്ടി ഇങ്ങനെ എടുത്തു വെച്ചിട്ടാണ്, അതുമെയാണ് ഈ കുൽച്ച ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വല്ലപ്പോഴെങ്കിലുമൊക്കെ കഴുകുണ്ടാവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും ചുട്ടതാണല്ലോ, കുഴപ്പമില്ല. तो हमको पार्टीशन म्यूजियम जाना है, जालियनवाला बाग, देन सेंट्रल सिख म्यूजियम, तैयार करो म्यूजियम, जलियांवाला बाग, बॉर्डर, तो एक मंदिर सारा घुमा के 1200 रुपया लेगा. अब वापसी यहाँ पर छोड़ेगा, यहाँ पर आके पैसा देगा. ഇവിടെ പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആൾക്കാർ ഓടി വരുന്നുണ്ട്, റിക്ഷക്കാർ കേട്ടോ. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏത് ഹോട്ടലിൽ നിന്ന് ആരാണ് ഇറങ്ങണതെന്ന്. കാരണം ആ വഴിയുടെ 2 വശത്തും നിറയെ ഹോട്ടൽസാണ്. അപ്പോൾ അവരോടി വന്നു, ഒരു ഡീല് ആക്കി. ഇവര് മെയിനായിട്ട് ഇവിടുത്തെ ഇതൊരു 700-800 മീറ്ററേ ഉള്ളൂ. ഗോൾഡൻ ടെമ്പിളും ഇതൊക്കെ തമ്മിൽ, പാർട്ടീഷൻ മ്യൂസിയം, ജാലിയൻവാല ഒക്കെ ഒരു ഏരിയയാണ്. അപ്പോൾ അത് ഒറ്റ കറക്കം. അപ്പോൾ അതിനാണ് 200.
പിന്നെ കുറച്ച് ദൂരെ മാർക്കറ്റ് ഉണ്ട്, പട്യാലി വലി മറ്റു കാര്യങ്ങളൊക്കെ, അമൃത്സർ ചുരിദാർ അങ്ങനെയുള്ള സാധനങ്ങൾ. അതും കൂടി കാണിക്കുന്ന 500. അത് വേണ്ടാന്ന് പറഞ്ഞു, കാരണം അത് കാണാൻ പോയാൽ പിന്നെയും നമ്മൾ പെടും, ഇനി നമുക്ക് അത് വാങ്ങാൻ തോന്നും, വെറുതെ എന്തിനാലേ. ഇത് ടോട്ടോ ആണ് നമ്മുടെ ചെറിയ സംഭവം. പക്ഷെ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഇത് കേരളം വിട്ട് അല്ല സൗത്ത് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കാണാം. പുരിയിൽ നമ്മൾ ഈ ടൈപ്പ് ഒരു സാധനത്തിലാണ് അമ്പലത്തിന്റെ അവിടേക്കും പോയത്. പല സ്ഥലത്തും നമ്മൾ ഇതിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ആ സൈഡിലൊക്കെ മുഴുവൻ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതില് പോയി കഴിഞ്ഞാൽ ഗുണം ഒരു 2 വീലർ പോണ എല്ലാ ക്യാമ്പിലേക്കും ഇതിൽ പോകാൻ പറ്റും. അതിന് ടൈം എടുക്കുള്ളൂ. അങ്ങനെ നമ്മൾ പാർട്ടീഷൻ മ്യൂസിയത്തിലെത്തി. ഈ പാർട്ടീഷൻ മ്യൂസിയം അമൃത്സർ എന്ന് പറയുന്നത് 2017 സ്ഥാപിതമാണ്. പക്ഷേ ലോകത്തെ ആദ്യ പാർട്ടീഷൻ മ്യൂസിയം ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീഷൻ, ഒരു രാജ്യത്തിന്റെ വിഭജനം തീമായിട്ടുള്ള ലോകത്തെ ആദ്യത്തെ മ്യൂസിയം. ഇത് 2017 സ്ഥാപിതമാണെങ്കിലും പഴയ കെട്ടിടമാണ്. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത ടൗൺ ഹാൾ ബിൽഡിംഗ് ആണ് ഈ മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ശരിക്കും ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഒരു 5-6 മിനിറ്റ് നടപ്പ് ദൂരത്തിൽ നമ്മുടെ ഹെറിറ്റേജ് സ്ട്രീറ്റ് തന്നെയാണിത്. നല്ല പുരാതന പ്രൗഢിയുള്ള ഒരു ചോപ്പൻ കെട്ടിടം. എൻട്രി ഫ്രീ ആണ് മ്യൂസിയത്തിൽ. നമ്മുടെ ഇന്ത്യ വിഭജനത്തിന്റെ മുറിവുകളിൽ ഇപ്പോഴും ചോര കിനിയുന്ന ഓർമ്മകൾ നമുക്ക് തരുന്ന ഒരു സ്ഥലം മാത്രമല്ല ജാലിയൻവാലാ ബാഗ്. ഇത് വിഭജനം, അത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണത ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കും. അപ്പൊ നമുക്ക് സമയമെടുത്ത് തന്നെ കാണണം ഈ 2 സ്ഥലങ്ങളും. നമ്മുടെ മഹാരാജ്യത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ച വിഭജനത്തിലേക്ക് നയിച്ച കാരണങ്ങളും വിഭജനവും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും അതേ തുടർന്നുള്ള ചെറുത്തുനിൽപ്പും ഒക്കെ അതിജീവനവും ഒക്കെ വ്യക്തമാക്കുന്ന വളരെ എക്സ്റ്റെൻസീവായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം ആണെന്നാണ് ഇതിനെക്കുറിച്ചുള്ള അറിവ്. ഇതാ നല്ല ഒരു ഗംഭീരൻ സ്ട്രക്ചറാണ് ഈ കെട്ടിടത്തിന്റെ. അതുപോലെ ഈ ഷാൻഡിലിയേഴ്സ് ഒക്കെ നല്ല രസമാണ്. മേ ബി ഇതും ബ്രിട്ടീഷ് കാലഘട്ടത്തിലേ ആവും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്രവർത്തിക്കുന്ന ലൈറ്റൊക്കെ ആവും. രാത്രിയൊക്കെ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ഈ കെട്ടിടത്തിന് ഒരു ഭയങ്കരമായ പ്രൗഢിയായിരിക്കും. എന്തായാലും മ്യൂസിയം വളരെ വാസ്റ്റാണ്. നമുക്ക് അകത്ത് കിടന്ന് നോക്കാം. പുറം ചുമരുകളിൽ തൊട്ട് ചരിത്രം നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. വിഭജനത്തിന്റെ വ്യഥ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് കാണുന്നത്. പഞ്ചാബ് 2ആയി മുറിയപ്പെട്ടു നമുക്കറിയാം. ഈ ബോർഡർ ഏരിയയിൽ പല സ്ഥലങ്ങളും മുറിക്കപ്പെട്ട് കുടുംബങ്ങൾ ചെതറിപ്പോയി. അവിടെയും പഞ്ചാബുണ്ട്, പാകിസ്ഥാനിലും പഞ്ചാബുണ്ട്, ലാഹോർ തലസ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ അവർ പലായനം, വീട് വിട്ടു പോകുന്നു, കെട്ടിയാക്കിയിട്ട് നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. 14 ഗാലറികളിലായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ള വിഭജന വിവരങ്ങളുടെ ഒരു ഇൻട്രോ മാത്രമാണ് ഇവിടെ കാണുന്നത്. ഈ 14 ഗാലറികളെയും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് പാർട്ടീഷന് മുൻപുള്ള നമ്മുടെ അവസ്ഥ, രണ്ടാമത്തേത് ബൗണ്ടറി കമ്മീഷൻ അങ്ങനെയുള്ള ലീഗൽ കാര്യങ്ങൾ, മൂന്നാമത്തേതാണ് വിഭജനം, ദ ഗ്രേറ്റ് മൈഗ്രേഷൻ, നാലാമത്തേത് വിഭജന ശേഷമുള്ള നമ്മുടെ ജീവിതം. ദിസ് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് പാർട്ടീഷൻ മ്യൂസിയം, ജോയിന്റ് ഇനിഷ്യേറ്റീവ് ഓഫ് ദ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ആൻഡ് പഞ്ചാബ് ഹെറിറ്റേജ്. ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ് 2017 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ. ഓൺ ദ പാർട്ടീഷൻ റിമംബറൻസ് ഡേ, വിഭജനത്തിൻ്റെ ആ ഒരു ഓർമ്മയുള്ള ദിവസം, ഓർമ്മ ഉണർത്തുന്നതിൻ്റെ ആനിവേഴ്സറിക്ക്. അവിടെ ഫോട്ടോഗ്രാഫീസ് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യാണ്, പക്ഷെ ഒന്നും ഇനി ഉള്ളിൽ കാണാൻ പറ്റില്ല. സോറി. ഇപ്പോൾ പാർട്ടീഷൻ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ടോയ് ട്രെയിൻ ഫണ്ടൊന്നും കാണുമ്പോൾ അങ്ങോട്ട് പിടിക്കില്ല കേട്ടോ. നമ്മൾ ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. അത്രയ്ക്കും ഭീകരമായ കാഴ്ചകളാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടത്. മനുഷ്യനോട് ചെയ്ത ക്രൂരതകൾ മനസ്സൊന്നും തണുക്കാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ധാരാളം ഉണ്ട് പറയാം. ഇനി നേരെ ജാലിയൻവാലാ ബാഗ് 2 കിലോമീറ്ററാണ്, പക്ഷെ 18 മിനിറ്റാണ് കാണിക്കുന്നത്. കാരണം എന്താ, ഇതാണ് നല്ല ടൈറ്റാണ്. മാർക്കറ്റിലെ ഇടയിലുള്ള വഴികളൊക്കെയാണ്. പിന്നെ ധാരാളം ടൂറിസ്റ്റുകളും തദ്ദേശീയരും ഒക്കെ ഉണ്ട്. ബ്ലോക്കുള്ള ഇപ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ക്ലിയറാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ. മാർക്കറ്റ് അങ്ങോട്ട് പോയി കാണേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇടയിൽ കൂടെ കണ്ടാൽ മതി. അതാണല്ലോ നമുക്ക് എല്ലാം കൊണ്ടും ലാഭം. നല്ല ലൈഫുള്ള നഗരമാണ് കേട്ടോ അമൃത്സർ. ഉച്ച നേരത്തും അടിപൊളി തിരക്ക്. അങ്ങനെ നമ്മൾ ജാലിയൻവാലാ ബാഗ് സ്മാരകയിലെത്തി. നമ്മൾ ജാലിയൻവാലാ ബാഗിനെ കുറിച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ മുതലുള്ള പോലെ തന്നെ ഇതിലേക്ക് കടക്കാനായിട്ട് ഈ ഒരു ഇടുങ്ങിയ വഴി മാത്രമേ ഉള്ളൂ. അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെ ഒരു ഹെറിറ്റേജ് വാക്ക് വേ പോലെ, ഓർമ്മകളുടെ ഒരു ഇടനാഴിയിലൂടെ നടക്കുന്നത് പോലെ 2 വശത്തും രക്തസാക്ഷികളുടെ ഒരു കോപ്പർ റിലീഫ് ചിത്രങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു മെമ്മോറിയൽ പോലെ അതിനെയും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്.
ഇന്നത്തെ കാലത്തെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും ഇത് അങ്ങനെ പാടില്ലാത്തതാണ്. ഒരു മൈതാനത്തേക്ക് കടക്കാനായിട്ട് ഇത്ര ഇടുങ്ങിയൊരു വഴി. എന്തായാലും കടക്കുമ്പോൾ തന്നെ ആ ബുള്ളറ്റ് ഫയർ ചെയ്ത പോയിന്റ് ഉണ്ട്. ദ ബുള്ളറ്റ് വാസ് ഫയർഡ് അറ്റ് ദ പീപ്പിൾ ഫ്രം ദിസ് പോയിന്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ജാലിയൻ വാലാബാഗ് മെമ്മോറിയലിലെത്തി. വളരെ അടുത്ത് തന്നെയാണ്. പാർട്ടീഷൻ മ്യൂസിയത്തിൽ നിന്ന് ഒരു 700 മീറ്ററേ ഉള്ളൂ. ഇതൊരു നാഷണൽ മെമ്മോറിയലാണ്. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന അതിദാരുണമായിട്ടുള്ള ഒരു നമ്മുടെ ചരിത്രത്തിലെ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള അമർ ജ്യോതി ഇവിടെ തെളിയിച്ച് നിർത്തിയിട്ടുണ്ട്. 1961 മുതൽ ജാലിയൻ വാലാബാഗ് മാസക്കർ നടന്നത് എപ്പോഴാണെന്നൊക്കെ നമുക്കറിയാം. 1919 ഏപ്രിൽ 13 ആണ് നടന്നത്. 1919 ഏപ്രിൽ 13 നടന്നു. അതിൻ്റെ കണക്കനുസരിച്ച് 1200 പേര് മരിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കണക്ക്. അതേസമയം ബ്രിട്ടീഷുകാരുടെ കണക്ക് 400 താഴെ 370 ആൾക്കാരൊക്കെ മരിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ 1000 പേര് ഇഞ്ചേർഡാണെന്ന് അവർ പറയും. പക്ഷേ 1500 ആൾക്കാർ ഇഞ്ചേർഡ് ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഗവൺമെൻറ്. അന്ന് ഗവൺമെൻറ് അല്ല, INC ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ കണക്ക് തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയാണ്. ഒഫീഷ്യൽ കണക്കുകളും യഥാർത്ഥ കണക്കുകളും തമ്മിൽ എപ്പോഴും വ്യത്യാസങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് ഇത്തരം വലിയ ദുരന്തങ്ങളിൽ. അപ്പം ഇതായിരുന്നു എൻട്രി. ഇതൊരു വാൾഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ വൈശാഖി ഫെസ്റ്റിവൽ ആഘോഷിക്കാനും പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ നേരെ ഈ എൻട്രി അടച്ചിട്ട് ജനറൽ ഡയറിൻ്റെ കീഴിൽ ഉള്ള സംഘം പട്ടാളക്കാർ മുഴുവൻ ഇന്ത്യക്കാരായിരുന്നു. അത് അതൊരു ചരിത്രത്തിലെ ഒരു വിരോധാഭാസമാണ്. ജനറൽ ഡയർ എന്ന നമ്മൾ പറയും കിരാതനായ ബ്രിട്ടീഷ് ഓഫീസർ എന്ന് പറയുന്ന പോലെ നിരാലംബരായ ആയുധമില്ലാത്ത നിസ്സഹായരായ മനുഷ്യർ ചുമ്മാ കൂടി സന്തോഷിച്ചിരിക്കുമ്പോൾ 1650 റൗണ്ട് വെടിവെച്ചു. അതായത് വെടിക്കോപ്പ് കഴിയണ വരെ വെടിവെച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്രയ്ക്കും ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു അത്. ജനം ചെതറി ഓടി. ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി കുറേ ആൾക്കാരെ കിണറിൽ ചാടി. അതിൽ നിന്ന് കിട്ടി 100-200 മൃതദേഹങ്ങൾ. അങ്ങനെ ആർക്കും മതിലൊന്നും ചാടി മതിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചവരൊക്കെ വെടിവെച്ചിട്ടു. ഇത് നമുക്ക് ശരിക്കും വിഷ്വലൈസ്, ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഓർക്കായിരുന്നു ഇവിടെ എഴുതി വെച്ചതൊക്കെ. ഗാന്ധി സിനിമയിൽ ഇത് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ നമ്മുടെ പാർട്ടീഷൻ മ്യൂസിയം കണ്ടപ്പോൾ തന്നെ നമുക്ക് ശരിക്കും കൂടി ഇമോഷണലായി പോയി. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സമയമില്ല. ഇതും കൂടി കണ്ടിട്ട് വേണം. 2 മണി കഴിഞ്ഞു. വാഗയിലേക്ക് 3 മണിയാകുമ്പോഴേക്കും പോകണം. അപ്പോൾ പക്ഷേ പാർട്ടീഷൻ മ്യൂസിയത്തെ കുറിച്ച് പറയാൻ ധാരാളം ഉണ്ട്. ജാലിയൻ വാലാബാഗ് ഒരു സംഭവമാണെങ്കിൽ അത് സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. ഒരു മാലപ്പടക്കം പോലെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത് വലിയൊരു ഏരിയയാണ്. ചുറ്റി നടക്കാനായിട്ട് 2 മണിക്കൂർ വേണമെന്നാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. നമുക്കൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യണം. അത്യാവശ്യം വെയിലുണ്ട്. പക്ഷെ ഓരം പിടിച്ച് നടന്നാൽ ഒരു സമാധാനം ഉണ്ടാവും. അപ്പം ഇത് 1961 അമർ ജ്യോതി തെളിയിച്ചത്. 1951 ഒരു മെമ്മോറിയൽ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഈ ഒരു സംഭവത്തിന്റെ പ്രാധാന്യം അങ്ങനെ നടക്കാം അല്ലേ? ഈ ഒരു സംഭവത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാലിയൻ വാലാബാഗ് മാസക്കറിന്റെ തുടർന്ന് അതിൽ അഗാധമായ ദുഃഖത്തോടു കൂടി രവീന്ദ്രനാഥ് ടാഗോർ അയാളുടെ സർപദവി, ബ്രിട്ടീഷുകാർ കൊടുത്ത സർപദവി ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിക്ക് ബ്രിട്ടീഷുകാരോട് ഒരു ചായ്വ്, അതായത് ചായ്വ് എന്ന് വെച്ചാൽ ഒരു നല്ല മനുഷ്യരാണ് എന്നുള്ളൊരു രീതി, അവരെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ചർച്ചകൾ നടത്താനൊക്കെ ഉണ്ടായിരുന്നു. കോഡിയലായിട്ടുള്ളൊരു ഡീലിംഗ് ആയിരുന്നു, മനോഭാവമായിരുന്നു ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാരോട്. പക്ഷേ ഈ 1919 ഈ സംഭവത്തോട് കൂടിയിട്ട് ഗാന്ധിജി വളരെ അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ട് ഹേർട്ടായി. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു മനോഭാവം, ആറ്റിറ്റ്യൂഡ് എടുക്കാനായിട്ടും ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതിയാണ് വഴിതെളിയിച്ചത്. നമ്മുടെ ദേശീയത ഉണർത്തുന്ന ഗാനങ്ങളൊക്കെ കേൾക്കാം. ജാലിയൻ വാലിയ എന്ന് പറഞ്ഞൊരു ഫാമിലിയുടെ ഒരു ഗാർഡനായിരുന്നു ഈ 7 ഏക്കർ സ്ഥലം.
ഇതിനെ ഒരു നാഷണൽ മെമ്മോറിയലായിട്ട് 1961 ഇന്ത്യ ഗവൺമെൻറ് ഇനോഗ്രേറ്റ് ചെയ്തത്. അതിൻ്റെ മുഖ്യ ഭാഗമാണ് ഈ ഫ്ലെയിം ഷേപ്പിലുള്ള സാൻഡ്സ്റ്റോൺ നിർമ്മിതി. ഇവിടെ പ്ലീസ് റിമൂവ് യുവർ ഷൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അടച്ചിട്ടിരിക്കാൻ നമുക്ക് കടക്കാൻ സാധിക്കില്ല. ഈ ഒരു ഫ്ലെയിം ഒരിക്കലും അണയാത്തൊരു സ്വാതന്ത്ര്യ ദീപം എന്നുള്ള കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ വാട്ടർ ബോഡിയുടെ നടുവിലാണിത്. ഇതൊരു മെമ്മോറിയൽ എന്ന രീതിയിൽ പണിതാണെങ്കിൽ ശരിക്കുള്ള മെമ്മോറിയൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ചുമരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചുമരാണ്. ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം ഇതിൽ 28 ബുള്ളറ്റ് മാർക്സ് ഉണ്ട്. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ജനം ചിതറിയോടിയപ്പോൾ പല വഴിക്കും ഇങ്ങനെ വെടിവെച്ചിടുക. 1650 റൗണ്ട് വെടിവെച്ചു എന്നാണ് പറയുന്നത്. ഒരു കയ്യിലെ അമ്യൂണിഷൻ കഴിയണവരെ, ആയുധങ്ങൾ കഴിയണവരെ വെച്ച് അവസാനിപ്പിച്ചു. മനുഷ്യർക്ക് നേരെ അങ്ങനെ, പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് പറയണത് ജനങ്ങൾ ഓടി രക്ഷപ്പെടാനായിട്ട് തിക്കിക്കൂടിയ സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിച്ചു വെച്ച് വെടിവെക്കുകയായിരുന്നു. വെടിയേറ്റ് മാത്രമല്ല മനുഷ്യർ മരിച്ചത്, രക്ഷപ്പെടാനുള്ള പരക്കമ്പാച്ചിൽ ചവിട്ടിക്കൂട്ടിയൊക്കെ ഒരുപാട് പേര് മരിച്ചു വീണു. കരുതിക്കൂട്ടിയുള്ളൊരു നരഹത്യ തന്നെയാണ് ജനറൽ ഡയർ ഇവിടെ ചെയ്തത്. അയാളൊരു ഹിറ്റ്ലറിൻ്റെയൊക്കെ മൈൻഡ് സെറ്റുള്ളൊരു പേവേർട്ടായിരുന്നിരിക്കണം, അതിന് സംശയമൊന്നുമില്ല. ഇനിയുള്ളത് ഇറ്റേണൽ ഫ്ലെയിം അഥവാ കെടാവിളക്ക്. ഇവിടെ മരിച്ചു വീണ നമ്മുടെ പൂർവികർക്കുള്ളൊരു ആദരവ് എന്ന പോലെ നമുക്ക് ഈ മരിച്ചവരുടെ അസ്ഥിത്തറയിലൊക്കെ തിരിവെക്കുന്ന വിളക്ക് തെളിയിക്കുന്ന ഒരു ആചാരം പോലെ അതിങ്ങനെ അമർ ജ്യോതി എന്ന പേരിൽ ഇതിങ്ങനെ തെളിയിച്ചന്ന് മുതൽ കെടാതെ സൂക്ഷിക്കുന്നു. അതങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തുന്നത് ഇന്ത്യൻ ഓയിലാണ്. അടുത്തത് ഷഹീദി വെൽ, അതായത് മാർട്ടേഴ്സ് വെൽ, രക്തസാക്ഷി കിണർ. അന്ന് ഈ മൈതാനത്തിന് ഒരു വശത്തായിട്ടുണ്ടായിരുന്ന ഈ കിണറിലേക്കാണ് വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജനം എടുത്തു ചാടിയത്. ഇതിൽ നിന്ന് 120 മൃതദേഹങ്ങൾ കണ്ടുകിട്ടി. ഇതിപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ഗ്ലാസ് ഇട്ട് കെട്ടി ഉയർത്തി ഒരു നമുക്ക് ഒന്ന് റെസ്പെക്റ്റ് പേയിങ് ഹോമേജ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ രക്തക്കറകളാകാം, എന്തോ കറ പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ജനങ്ങൾ അതിനെ ആദരിച്ച് നിൽക്കുന്നുണ്ട്, ചിലരൊക്കെ ഇങ്ങനെ തൊട്ടുമുത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു ഓർമ്മയാണ്. ഇതിൽ നിന്ന് കിട്ടിയ മൃതദേഹങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞും ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. ഞാൻ ജസ്റ്റ് ഓർക്കുമായിരുന്നു, ഇവിടെ നിൽക്കുന്ന പല നാട്ടുകാരുടെയും സ്വന്തം മുത്തച്ഛന്മാരും മുത്തശ്ശിമാരൊക്കെ ഇതിലുണ്ടായിരിക്കാം. അവർക്ക് എത്രമാത്രം വൈകാരികമായിട്ടുള്ള അനുഭവമായിരിക്കും ഇവിടെ വരുന്നത്. ഇനിയുള്ളത് മെമ്മോറിയൽ മ്യൂസിയമാണ്. അതിൽ മാർട്ടേഴ്സ് ഗാലറി ഉണ്ട്. അത് കൂടാതെ ഇതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 4 പുതിയ ഗാലറികൾ കൂടി ഏറ്റവും പുതിയ ശബ്ദവിന്യാസത്തോടൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പോരാഞ്ഞ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്, അത് ഈവനിങ്ങിലാണ്. The people of Punjab enthusiastically responded to the Dolat Satyagraha, and this was not without reasons. It was 9th April 1919. Punjab was celebrating the festival of Ram Navami. These celebrations too were looked upon by the British as conspiratorial meetings, leading to demonstrations demanding the withdrawal of the Dolat Act. And this was something which the British could never tolerate, for their very existence in India was based on the maxim divide and rule. मासूम लोगों के खून से लाल हो गई थी, जिनको जनरल डायर के आदेश पर अंग्रेज सिपाहियों ने गोलियों നമ്മളെ പല നാഷണൽ മ്യൂസിയങ്ങളിൽ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഒക്കെ ഉള്ളപ്പോഴും ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ അത് വിഷമമായിട്ട് തോന്നി. പലരും ഇങ്ങനെ ശ്രദ്ധമായി മൊബൈലിലൊക്കെ തോണ്ടി അങ്ങനെ ഇരുന്ന് വെറുതെ നേരം കഴിക്കുക. നമ്മുടെ ലൊക്കേഷൻ ഓട്ടോചേർന്ന് പറഞ്ഞു കൊടുക്കാൻ സെക്യൂരിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല മനുഷ്യരാണ് പൊതുവെ ഇവർ. ജാലിയൻവാലാ ബാഗ് ഗേറ്റിന് തൊട്ട് മുന്നിലുള്ള ഈ വൈറ്റ് സ്റ്റാച്യു അറിയപ്പെടുന്നത് ഫ്ലെയിം ഓഫ് ലിബേർട്ടി എന്നാണ്. ഇതൊരു ഫ്ലെയിമിൻ്റെ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇൻ ഓണർ ഓഫ് ദ മാർട്ടേഴ്സ് ഓഫ് ജാലിയൻവാലാ ബാഗ് ഡേറ്റും ഉണ്ട്. താജ്മഹലൊക്കെ പണിത തരം മേൽത്തരം മക്രാന മാർബിളിൽ കൊത്തിയെടുത്ത ഈ ഫ്ലെയിം ഓഫ് ലിബേർട്ടിയുടെ ബേസിൽ ഇവിടെ രക്തസാക്ഷികളായിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ സുവർണ്ണ ലിപികളിൽ അക്ഷരാർത്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 360ഓളം മുഖങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ട്. ആ ദുരന്തത്തിൻ്റെ ആ ഒരു ട്രാജഡിയും ബ്രേവറിയും ഒക്കെ ഒരേ സമയം കാണിക്കുന്നത്. ഇതിന് നടുവിൽ ഒരു ഫ്ലെയിം കെടാതെ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യബോധത്തിന്റെ തീജ്വാല. 16 അടിയാണ് ഇതിന്റെ ഉയരം.
पैसे कम है ना इतना, हमारा उधर से हमको खाली आना पड़ेगा, तो नहीं कोई भी नहीं जाएगा उससे। रिजर्वेशन कंफर्मेशन वो अपनी गाड़ी से रहने तो तेल जरूर फूक रहा, आने जाने को मैं अभी आपको इधर ही छोड़ दूंगा। वो मैं आपकी बात समझता हूँ, वो नहीं कोई बात। पता क्या, कोई भी सिंगल पर्सन नहीं जाएगा, कोई किसी गाड़ी से पूछ लो कि हमें इतना ऊपर दिखा रहा है, इतने में जाओ। हमारे पीछे थे, हम अब उधर चढ़ने पड़ते हैं आपकी वजह से। टैक्सी वाले भी पैसे मांगेंगे, उधर से ऑटो जा रहा 300 में जाएगा, उधर से चले जाना, आपको सस्ता पड़ जाएगा। How much for your ride? क्या मतलब, Last how much? मैं मैडम 2200 से कम नहीं हम जाते उधर बॉर्डर में। 22,000 में 22,200 people were saying this and we came here. आने जाने का नहीं है ना, वो जाने के छोड़ आने नहीं उधर कोई खराब हो गई हमारी टाइम। ऑटो टैक्सी 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 क्या बड़ा कितने मेंबर है? इतनी 3% है नहीं फिनिश अप। ये टैक्सी ड्राइवर No, I have done it. I booked the car online. वन साइड जाना उतना होना उन्होंने नहीं मैंने book അപ്പം അങ്ങനെ വാഗ ബോർഡറാണ് ഇനി നമ്മൾ ലക്ഷ്യം. അവർക്ക് പോകാനായിട്ട് വണ്ടി കിട്ടാനുള്ള തത്രപ്പാടാണ് കണ്ടതൊക്കെ. ഒരു രക്ഷയിലുണ്ടായി. ഇപ്പോൾ അവസാനം എന്താ വൈറ്റ് സ്റ്റാച്യൂവിൻ്റെ അവിടെ കത്തുകയാണ്, നമ്മുടെ ഊബർ ഇവിടെ വരും. അപ്പോൾ ഇതാ നിൽക്കുന്ന ഭയങ്കര നല്ല വീരശൂര പരാക്രമി വാളൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. ഇതൊരു സുവർണക്ഷേത്രത്തിന്റെ കാവൽക്കാരാണ്. വിശാലാർത്ഥത്തിൽ ഈ സിഖ് പോരാളികൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും അതിർത്തിയുടെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ കാവൽ പടയാളികളാണ്. ഓട്ടോക്കാരും ടാക്സിക്കാരും നമ്മൾ പൊതിയും. അപ്പോൾ ഞാൻ കരുതി ഊബർ വിളിക്കാം, അതാണല്ലോ സൗകര്യം. കാരണം നമ്മൾ ഒരു മണിക്കൂറോളം റൈഡ് ഉണ്ട്, 35 കിലോമീറ്റേഴ്സ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സൈഡ് ആരും എടുക്കണില്ല. കാരണം അവിടെ പോയിട്ട് ബോർഡറിൽ നിന്ന് അവർക്ക് തിരിച്ച് ആരെയും കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ റൗണ്ട് ട്രിപ്പ് എടുക്കുള്ളൂ എന്ന് പറയുന്നു. നമുക്കാണെങ്കിൽ വാഗയിലേക്ക് ഓസ്റ്റിൻ കഴിയുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ കൊണ്ട്. അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ തിരിച്ചാവശ്യമില്ല. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിക്കാരും ഓട്ടോക്കാരും നമ്മൾ പൊതിഞ്ഞ് ഓഫറുകൾ ഇടുന്നുണ്ട്. ഓട്ടോയിൽ പോയി വരാൻ 1200 രൂപ, ടാക്സിക്കാർ 1800 പറയുന്നത്. പിന്നെ 1600 വരെ എത്തി. പക്ഷെ അപ്പോൾ ഊബറിൽ ബുക്ക് ചെയ്തപ്പോൾ വൺ സൈഡ് 585 കാണിച്ചു. ഞാൻ സന്തോഷത്തോടെ ചാടി ബുക്ക് ചെയ്തു. പക്ഷെ നമ്മുടെ അവിടുത്തെ പോലെയുള്ള പരിപാടിയല്ല. ഇവർ വന്നിട്ട് അവർ ചുമ്മാ റൈഡ് എടുക്കുകയാണ്, എന്നിട്ട് വന്നിട്ട് പിന്നെയാണ് ബാർഗെയിനിങ്. വെറുതെ വഴിയിൽ നിൽക്കുന്ന ഓട്ടോ ടാക്സിക്കാരെ പോലെ തന്നെയാണ് ഊബറുകാരിവിടെ പെരുമാറുന്നത്. ഒരു പ്രത്യേകത, നമ്മുടെ അവിടെ ഒരു ഊബർ ഒരു ഡ്രൈവർ റൈഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു, കൺഫർമേഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, പലരുടെയും ഇത് വരുന്നുണ്ട് ഒരേ ബുക്കിങ്ങിന്. അപ്പോൾ ആദ്യത്തെ ആൾ വന്നു നമ്മളോട്, ഇവിടെ പല സ്റ്റാച്യൂസിൻ്റെ ആണ്, അവിടേക്ക് എന്ന് പറയുന്നത്. വൈറ്റ് സ്റ്റാച്യൂൻ്റെ അവിടേക്ക് പോവുക, ബ്ലാക്ക് സ്റ്റാച്യൂൻ്റെ അവിടേക്ക് പോവുക, മഹാരാജ സ്റ്റാച്യൂൻ്റെ അവിടേക്ക് പോവുക, അങ്ങനെയൊക്കെയാണ് ഇവരുടെ ലാൻഡ് മാർക്കുകൾ. നമ്മൾ അങ്ങോട്ട് നടന്നു തിരക്കിൻ്റെ ഇടയിൽ കൂടെ അവിടെ നിന്നിട്ട് പിന്നെ ബാർഗനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൊത്തം പോണെങ്കിൽ 2000. അപ്പോൾ ചുറ്റുള്ള ടാക്സിക്കാരും ഓട്ടോക്കാരും തള്ളി മാറ്റിയിട്ട് നമ്മൾ ഞങ്ങളുടെ ഊബറുകാർ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചെന്നിട്ട് അയാളായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയായി? 2200 അങ്ങോട്ടും ഇങ്ങോട്ടും പോകുള്ളൂ, വൺ സൈഡ് പോവില്ല. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് ഈ മെയിൻ ജാലിയൻവാല ബാഗിൻ്റെയും ടെമ്പിളിൻ്റെയും ഗോൾഡൻ ടെമ്പിളിൻ്റെയും മെയിൻ ഹബ്ബിലേക്ക് തന്നെ ചെന്നു. കാരണം ആരെങ്കിലും നമ്മളെ പൊതിയണമല്ലോ, പിന്നെ നമ്മുടെ ആവശ്യമായി ആൾക്കാരെ കിട്ടേണ്ടത്. അപ്പോൾ പിന്നെ ഒരു വന്നു. പിന്നെ അങ്ങനെ നോക്കുമ്പോഴേക്കും അടുത്ത കോൾ വന്നു, അടുത്ത ഊബർ ഡ്രൈവർ എടുത്തു. അങ്ങനെ പിന്നെ ആളായിട്ട് ബാർഗെയിൻ ചെയ്തപ്പോൾ വൺ സൈഡ് 1000 ഉറപ്പിച്ചു. പക്ഷെ എന്തായാലും നമുക്ക് കോൾ അടിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ 1000 വൺ സൈഡ് റൈഡ് ഉറപ്പിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ ടൊയോട്ടയുടെ റൂമിയോൺ പുത്തൻ കവറ് അഴിക്കാത്ത 10 ദിവസമായുള്ളൂ വണ്ടി അയാൾ നിരത്തിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് പോയി വരാം. ഈ ടോട്ടോ ഇല്ലേ, ആ ടോട്ടോയിൽ പോകാനായിട്ട് അവർ 1000 രൂപ പറയുന്നത്. അപ്പോൾ 800 രൂപ ബോത്ത് സൈഡ് 1200. കാരണം അവിടെ വെയിറ്റിംഗ് ചാർജ് ഉണ്ടല്ലോ അവർക്ക്. പാർക്കിംഗ് ചാർജുണ്ട്, ടോൾ 150 ഉണ്ട്. അപ്പോൾ ഇൻക്ലൂസീവാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. 34 കിലോമീറ്റേഴ്സ്. അങ്ങനെ നമ്മൾ വാഗയിലേക്ക് പോകുന്നു. അതിർത്തിയിലേക്കുള്ള യാത്ര. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അതിർത്തിയാണിത്, ഇന്തോ പാക് ബോർഡർ. See you at the border. Thank you from FTT.